ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഒരു കീബോർഡ്, കാസിയോൻ്റെ ഒരു കീബോർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മോഡൽ നമ്പർ CTK2400. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമറുടെ തന്നെയാണ്. ഇതിൻ്റെ പ്രശ്നം പറ്റിയിരിക്കുന്നതിൻ്റെ ഇൻപുട്ട് ജാക്ക് ഉണ്ടല്ലോ, നമ്മുടെ കറണ്ടിൽ നിന്ന് അഡാപ്റ്റർ വഴി കുത്തുന്ന ജാക്ക് ഉണ്ടല്ലോ, ഈ ജാക്ക് ലൂസായിപ്പോയി, ഇത് ബ്രേക്കായിപ്പോയി. സർക്യൂട്ട് ബോർഡിൽ നിന്ന് അത് രണ്ടും വിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ലൂസായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യില്ല. അതാണ് എൻ്റെ പ്രോബ്ലം. നമുക്കിന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഈ സോക്കറ്റ് വരുന്ന ഭാഗം പോയിരിക്കുകയാണ്. ഞാനതൊന്ന് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു ഗമ്മ് വെച്ചിട്ട് ഇതിൻ്റെ സോക്കറ്റൊന്ന് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സോക്കറ്റ്. ഈ കാണുന്ന എൻ്റെ സോക്കറ്റ്. അപ്പോൾ ഞാനിത് ഈ ബോർഡോട് കൂടി തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സോൾഡറിങ് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റെല്ലാം പോയിരുന്നു. പ്രിൻ്റെല്ലാം ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതിന് മുമ്പായി തന്നെ ഇതിന് മുമ്പ് എവിടെയോ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയേഴ്സൊക്കെ, മൈക്കിൻ്റെ വയേഴ്സൊക്കെ വെടിയിച്ചിട്ടിരിക്കുകയാണ്. എന്നാലും അത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇത് വെറുതെ സ്ലീവൊക്കെ കളഞ്ഞ് എന്തെങ്കിലും ഷോർട്ട് ആവാനുള്ള ചാൻസോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വോളിയം കൺട്രോളർ, പവർ ഓൺ ഓഫ് സ്വിച്ച്, ഇവിടെയൊക്കെ നമുക്കൊന്ന് സർവീസൊക്കെ ചെയ്തിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്തായാലും നമ്മുടെ സർവീസിങ് എന്തായാലും ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം പിന്നൊന്നും ലൂസ് ആവുന്നില്ല, പക്കയാണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. എന്തായാലും സംഭവം കാസിയോൻ്റെ 2400 കീബോർഡ് ഓക്കെയാണ്. ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് DC സോക്കറ്റ് അത് ഡാമേജ് ആയതായിരുന്നു. എന്തായാലും നമ്മൾ അതിനോട് കൂടി തന്നെ ഒന്ന് ഫുൾ സർവീസൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി തന്നെയാണ്. ഇപ്പോൾ വോളിയം കൺട്രോളറൊക്കെ ആണെങ്കിലും നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വിച്ചസൊക്കെ നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. എന്തായാലും കീബോർഡ് റെഡിയാണ്. ഇതുപോലുള്ള കീബോർഡ്സ് ഒക്കെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമീപിക്കുക. ദിസ് ഇസ് വിജേഷ്, ബ്ലൂ ചിപ്പ് ഇലക്ട്രോണിക്സ്, തൃപ്പൂണിത്തുറ. ബൈ.